പേഴ്സണൽ ബ്രാൻഡ് സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഡേ 2 ആണിത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന്. അതിലൊരു വീഡിയോയിൽ എന്താ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഒരു നീഷല്ല സെലക്ട് ചെയ്യേണ്ടത്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, നമ്മളായിരിക്കണം നീഷ്. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ കോഡിങ്ങും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഫിറ്റ്നസ്സും നോക്കുന്നുണ്ട്. സോ ഈ അക്കൗണ്ടിൽ ഞാൻ മാക്സിമം ഫോക്കസ് ചെയ്യുക ഈ 2 കാര്യങ്ങൾ മാത്രമാണ്. സോ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോസിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ആ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് പഠിച്ചത്, എന്തൊക്കെ ടിപ്സാണ് ഉള്ളത്, അടുത്ത സ്റ്റെപ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഹായ് ഗായ്സ്, ദിസ് ഇസ് അക്ഷയ് ഹിയർ. +2 കഴിഞ്ഞിട്ട് ഇഷ്ടമില്ലാത്ത കോഴ്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇഷ്ടമില്ലാത്ത വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് കൂടെ. ഞാൻ അതേപോലെ +2 കഴിഞ്ഞിട്ട് ഒരു കോഴ്സിന് പോയി, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു വർക്കിന് പോയി 2 കൊല്ലം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഫീൽഡ് എനിക്ക് പറ്റിയതല്ല എന്ന്. എനിക്ക് ആ റിയലൈസേഷൻ കിട്ടിയ അപ്പം തന്നെ ഞാൻ അവിടുന്ന് റിസൈൻ ഇട്ട് ഇറങ്ങി. ഞാൻ അന്നെടുത്തത് ഒരു വലിയ റിസ്ക് ആയിരുന്നു. ബ്രോ, ഓൾ വി നീഡ് ഇസ് എ സ്കിൽ, എ ഹൈ പേയിങ് സ്കിൽ. നമുക്ക് എന്ത് സ്കില്ലാണോ പഠിക്കേണ്ടത് അത് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തെടുത്താൽ ഇഷ്ടംപോലെ വീഡിയോസ് വരും. അതിൽ ഏതെങ്കിലും എടുത്ത് കാണുക, വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക. ഈ അക്കൗണ്ടിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ഫിറ്റ്നസ് ജേണിയും അതേപോലെ തന്നെ എൻ്റെ കോഡിങ് ജേണി ആയിരിക്കും. ഇത് രണ്ടുമാണ് ഞാനിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും പറഞ്ഞു ഒരു നീഷ് വെച്ച് കൊണ്ടുപോകുന്നു, പക്ഷേ എനിക്ക് അതിൽ താല്പര്യമില്ല. ഈ 2 നീഷും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. എൻ്റെ ലൈഫിൽ ഈ കോഡിങ് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് അപ്ഡേറ്റ്സ് വന്നാലും ഞാൻ അതിൽ ഷെയർ ചെയ്യും. സോ ഗൈസ്, ദെൻ ബൈ ബൈ. അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാം.